അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം ഇക്ക പറഞ്ഞ പോലെ കൂടിയ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് അവിടെ നിന്നുള്ള ഈ കുറഞ്ഞ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴുള്ള വിഷമങ്ങളല്ല. നമ്മളെപ്പോഴും ആവറേജ് ബിസ്ക്കറ്റിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം അതിനകത്ത് നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് വരുന്നൊരു വിഷമമുണ്ടല്ലോ. ആ വിഷമമാണ് നമുക്ക് വലിയൊരു വിഷമം. അങ്ങനെ ആ കോള് വന്നു, പിന്നെ അങ്ങ് പോയി ലൊക്കേഷനിലെത്തി. പിന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ആ സെറ്റുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുവാണല്ലോ. ഈ ലാലേട്ടൻ്റെ കൂടെ ആ സിനിമ കണ്ടവർക്കറിയാം. പക്ഷെ ആ പോസ്റ്റർ വന്നുകൊണ്ട് ആ സീൻ എനിക്കറിയാം, വേറെ സീൻ പറയാൻ പറ്റില്ല. അതെ, ആ ബൈക്കില് ലാലേട്ടൻ്റെ ഒപ്പം ഇരിക്കുമ്പം മനസ്സിലുണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ലൊക്കേഷനിലെത്തിയിട്ട് ഈ തരുൺ സാർ എന്ന് പറഞ്ഞ ആളുടെ മുമ്പൊരു ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ദേശീയ അവാർഡ് വാങ്ങിച്ച സൗദി വെള്ളക്ക എന്ന് പറയുന്ന ചിത്രം. ആ പടത്തിലും എന്നെ കാസ്റ്റ് ചെയ്തപ്പം അത് പറയട്ടെ, ആ പടത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ മിമിക്രി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. ചേട്ടൻ തിരക്കിലാണോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, പറഞ്ഞു. ഞാൻ തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ആളാണ്, ഓപ്പറേഷൻ ചാവ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാറേ എന്താണ്? അപ്പം പറഞ്ഞു ഇങ്ങനെ ചേട്ടാന്ന് വിളിച്ചു. ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞു. എന്നാലും എന്നോട് പറഞ്ഞു ഞാനൊരു പടം ചെയ്യുന്നുണ്ട് സൗദി വെള്ളയ്ക്ക്. അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനുമൊക്കെ ഇഷ്ടമാണ്, ചേട്ടൻ്റെ പ്രോഗ്രാമുകൾ കാണാറുണ്ട്. അപ്പോൾ ചേട്ടൻ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ്. ചേട്ടൻ ചെയ്യുമോ? അത് ഒരു സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അത് ഓക്കെ ആയില്ലെങ്കിൽ ചിലപ്പോൾ കട്ടായി പോകട്ടോന്ന് ഓപ്പണായിട്ടൊക്കെ പറയുക. അങ്ങനെ പറയുക, മറ്റുള്ളത് പറയൂല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല സാർ, കട്ടായാലും കുഴപ്പമില്ല, കട്ടാവാതെ ഞാൻ മാക്സിമം നന്നായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പടം ഇതെല്ലാം കഴിഞ്ഞിട്ട് സാറിനോട് പറഞ്ഞു അത് കട്ടായിട്ടില്ല ചേട്ടാ, അതുണ്ടെന്ന് പറഞ്ഞു. സൗദി വെള്ളയ്ക്ക് അതിനകത്തൊരു ആനയ്ക്ക് ബിരിയാണി കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ഞാൻ ചെയ്തത്. അത് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സാറിൻ്റെ ഈ പടത്തിൽ ഞാൻ വന്നത്. അപ്പോൾ സാറിനെക്കുറിച്ച് എനിക്ക് അറിയാം. അപ്പോൾ സാറ് വന്നപ്പോൾ തന്നെ ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ എന്താണ്. പിന്നെ ചേട്ടാ ലാൽ സാറിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്, ആ ടെൻഷനൊന്നും ചേട്ടന് വേണ്ട. അപ്പോൾ ചേട്ടൻ കൂളായിട്ട് ചേട്ടൻ ഞാൻ പറഞ്ഞു തന്നല്ലോ കഥ, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. സാറ് പറഞ്ഞ എന്താണോ, തരുൺ സാറ് പറഞ്ഞെന്താണോ അതാണ് ഞാൻ ആ പടത്തിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ലാൽ സാറിൻ്റെ കൂടെയുള്ള സീനാണ് എടുക്കുന്നത് ഫസ്റ്റ്. അതിപ്പം എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ ആ ഇതെന്നെ മാറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ടെൻഷൻ വിട്ടത് ഒരു ഇതെടുത്തപ്പോൾ സാറ് തന്നെ, ലാൽ സാറും തരുൺ സാറും തന്നെയാണ്. പിന്നെ ക്യാമറ ഷാജി സാറും, ഷാജികുമാർ സാറാണല്ലോ ക്യാമറ. സാറ് ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു. എവിടെ നിൽക്കണം, എങ്ങനെ നോക്കണം, എങ്ങോട്ടാണ് എന്നുള്ളതെല്ലാം സാറ് പറഞ്ഞു തന്നു. അയ്യോ അത് എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും പേര് നിൽക്കുമ്പോൾ രാജചേട്ടൻ, ഇവർ ഷാജിക്ക, ഇവരെല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലെ ഒരു ആർട്ടിസ്റ്റിനെയും കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്ന് പോയാൽ ലേറ്റില്ല എന്നൊക്കെ പറഞ്ഞേ നിർത്തി കറക്റ്റായിട്ട് ചെയ്യിച്ച് അങ്ങനെയൊക്കെ ചെയ്യിച്ചു. പിന്നെ ലാൽ സാറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ കയറിയപ്പോൾ വേറെ ഫീൽ ഇല്ലായിരുന്നത്. സാറാണെങ്കിലും കയറി എന്നിട്ട് പോട്ടെ എന്ന് പറയല്ലേ, വണ്ടി കയറി എന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രാവശ്യം തന്നെ അങ്ങ് ഓക്കെ ആയി. ഒരു പ്രാവശ്യത്തിൽ തന്നെ ഓക്കെ ആയി. പിന്നെ ഒന്നും വേണ്ടി വന്നില്ല. അതൊരു ഭാഗ്യമാണ്, അതൊരു വലിയ ഭാഗ്യമാണ്. അത് ഈ തരുൺമൂർത്തിയും ഇപ്പൊ പറഞ്ഞ പോലെ തരുൺമൂർത്തിയും ക്യാമറമാനും എല്ലാവരും കൂടെ പറയുവാണല്ലോ, ആദ്യം തന്നെ നമ്മുടെ ക്യാരക്ടർ ഇതാണ്, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ. പക്ഷെ എങ്ങനെ പറയുമ്പോഴും ലാലേട്ടന് മുമ്പിൽ പോയിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. എങ്ങനെയാണേലും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.